1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണ നിരവധി പ്രശ്നങ്ങൾക്ക് വിനയൊരുക്കിയ റോഡ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം. ജനപ്രതിനിധികളുടെയും വ്യാപാരികളുടെയും നാട്ടുകാരുടെയും പരാതികൾക്കിടയിലും പ്രതിഷേധങ്ങൾക്കൊടുവിലുമാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം എടവണ്ണ പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള പദ്ധതിക്കായി കുഴിച്ചിട്ട കിടങ്ങുകളാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കിയത്. കഴിഞ്ഞ ദിവസം തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് കിടങ്ങുകളുടെ ശോചനീയാവസ്ഥ വാഹനങ്ങൾ മണിക്കൂറുകൾ കണക്കിന് ബ്ലോക്ക് സൃഷ്ടിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ സുൽഫിക്കർ അലിയും വ്യാപാരി വ്യവസായി പ്രതിനിധികളും നാട്ടുകാരും പരാതിപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് വാട്ടർ അതോറിറ്റി വകുപ്പ് താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്തത്. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ദിവസം തന്നെ ടാർ ചെയ്യുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൗണിലെ റോഡുകൾ, അതുപോലെ തന്നെ ഗ്രാമീണ മൊത്തത്തിലെ റോഡുകൾ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് എടവണ്ണയിൽ ടൗണിൽ കഴിഞ്ഞ മഴയ്ക്ക് ഒരു വലിയ തോട് തന്നെ രൂപപ്പെടുകയുണ്ടായി. അത് അന്ന് രാവിലെ തന്നെ അവരുടെ ഏരിയയും മറ്റുമായി ബന്ധപ്പെട്ട് അവരോട് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അത് അന്ന് കോൺക്രീറ്റ് ചെയ്യാനോ ടാർ ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് കോറി മക്കിട്ട് അത് ക്ലിയറാക്കാം, നാളെ തന്നെ അത് ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയം വരെ ഇന്നും ഇന്നലെയൊക്കെ മഴ ഒഴിഞ്ഞിട്ട് പോലും അതിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല. അധികാരികൾ അതിന് പെട്ടെന്ന് തയ്യാറാകണമെന്നും ഇവിടുത്തെ വ്യാപാരികൾക്കും അതുപോലെ യാത്രക്കാർക്കും എല്ലാവർക്കും പ്രയാസപ്പെടുന്ന രൂപമാണ് ഇപ്പോൾ എടവണ്ണ ടൗണിലുള്ളത്. ഇനിയും പല ഭാഗങ്ങളിലും കുണ്ടുകളുമായി രൂപപ്പെടുന്നുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് അത് ഒരു ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്ന് മാത്രമാണ്. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.